പത്തനംതിട്ടയിൽ CBI ചമഞ്ഞും നടന്നു സൈബർ തട്ടിപ്പ്. കുഴിക്കാല സ്വദേശി കെ തോമസിന് 45 ലക്ഷം രൂപയാണ് നഷ്ടമായത്. അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ടെന്നും മുഴുവൻ തുകയും എത്രയും പെട്ടെന്ന് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരണമെന്നും പറഞ്ഞാണ് കോൾ വന്നത്. അന്വേഷണം പൂർത്തിയായി നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടാൽ പണം തിരികെ നൽകുമെന്നും തട്ടിപ്പുകാർ പറഞ്ഞതായി തോമസ് പറയുന്നു. പണം നൽകിയ ശേഷം തോമസിന് ഒരു സംശയം തോന്നി. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും റിപ്പോർട്ടറിനോട് തോമസ് വെളിപ്പെടുത്തുകയാണ്. കാണാം. പത്തനംതിട്ട കുഴിക്കാല സ്വദേശി കെ തോമസിന് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് 45 ലക്ഷം രൂപയാണ്. CBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ കെ തോമസിനെ ബന്ധപ്പെട്ടത്. താങ്കൾ അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണെന്നും താങ്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം മുഴുവൻ തങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നും ഈ തട്ടിപ്പുകാർ കെ തോമസിനെ വിശ്വസിപ്പിച്ചു. അതുപ്രകാരം കെ തോമസ് 45 ലക്ഷം രൂപ തട്ടിപ്പുകാർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നീട് ഒരു ഘട്ടത്തിൽ കെ തോമസിന് സംശയം തോന്നുന്നു. പത്തനംതിട്ട സൈബർ പോലീസുമായി ബന്ധപ്പെടുന്നു. ഒപ്പം തന്നെ ആറന്മുള പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കെ തോമസിന്റെ ആശങ്ക തനിക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമോ എന്നുള്ളതാണ്. താങ്കൾക്കൊരു പ്രതീക്ഷയുണ്ടോ പണം തിരികെ കിട്ടുമെന്ന്? എനിക്ക് ഉണ്ട്, പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. എത്രയും വേഗം കിട്ടിയാൽ അത്രയും നല്ല ഉപകാരം എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ട്. ഈ 45 ലക്ഷം രൂപ താങ്കൾ ഈ തട്ടിപ്പുകാർ പറഞ്ഞ എത്ര അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്? 2 അക്കൗണ്ട്. 5 ലക്ഷം ആദ്യത്തെ 10 ലക്ഷം ഒരു അക്കൗണ്ടിലേക്ക്, പിന്നത്തെ 35 ലക്ഷം രണ്ടാമത്തെ ഒരു അക്കൗണ്ടിലേക്ക്. ഈ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചായിരിക്കുമല്ലോ പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നു. അതെ 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 അങ്ങനെ ആ അക്കൗണ്ടിൽ രണ്ടാമത്തെ അക്കൗണ്ടിലുള്ള ആ നമ്പർ വെച്ചിട്ടാണ് പോലീസ് പിടിച്ചെന്ന് പറയുന്നത്. ആദ്യത്തെ അക്കൗണ്ടിൻ്റെ കാര്യം എനിക്കറിയില്ല എന്താണെന്ന്. ഈ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നിയമ നടപടികൾ നടക്കുന്നു, പണം തിരികെ ലഭിക്കും എന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിയമ നടപടി നടക്കുന്നുണ്ട്, കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. എപ്പോഴാണ് സംശയം തോന്നിയത്? ഞാൻ ആ ലാസ്റ്റ് ഈ ഷെയറിൻ്റെ പൈസ തിരികെ അവർ പിന്നെ വന്ന് ചോദിച്ചപ്പം അതിൻ്റെ ബാക്കി എന്തുവായി എന്ന് ചോദിച്ചപ്പം ആരാണ്ട് ബാങ്കിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു ഇത് തട്ടിപ്പുകാരാ, ഇവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. ശ്രദ്ധിക്കണം, പല രൂപത്തിൽ അവർ വരും. CBI എന്നും ഇന്റർപോൾ എന്നും പലതരത്തിൽ പറഞ്ഞ കേസ് എടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ അറസ്റ്റാണ് എന്നൊക്കെ പറയും. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരാളെങ്കിലും ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ്. ചെന്ന് ചാടിക്കൊടുക്കും. അങ്ങനെ ചാടിക്കൊടുക്കാൻ പാടില്ല.